ഹായ് ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ എക്സും പിങ്ങും കൂടി ഡേറ്റിന് പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് പിങ് പറയാണ് അവൻ എന്തായാലും അധിക കാലമൊന്നും തായ്ലൻഡിൽ നിൽക്കില്ല, ഉടനെ തന്നെ വിദേശത്തേക്ക് പോകാണെന്ന്. പക്ഷെ അവൻ ഉറപ്പായിട്ടും അടുത്ത വർഷം തിരിച്ചു വരുന്നും പ്രോമിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എക്സ് വളരെ വിഷമത്തോടെയാണ് പിങ് തിരിച്ചു പോകുന്ന വിവരം അവന്റെ ഫ്രണ്ടിനോടും ബ്രദറിനോടും പറയുന്നത്. അവരും അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. വെറും ഒരു വർഷം മാത്രമല്ലേ കാത്തിരിക്കണ്ടു, ആ ഒരു വർഷം പെട്ടെന്ന് കടന്നു പോകുന്നു. അപ്പോഴാണ് അങ്ങോട്ട് മെങ്ങ് വരുന്നത്. ജയ പറയുന്നുണ്ട്, നിന്റെ കാറ് മാത്രം എന്താ എല്ലാ ദിവസവും പഞ്ചറാകുന്നേ? അതിന് മെങ്ങാണെങ്കിൽ അവനോട് ആർക്കോ എന്തോ ദേഷ്യമുണ്ട്, അതുകൊണ്ട് ആരൊക്കെയോ ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ജയ മെങ്ങിന്റെ കാറ് ശരിയാക്കാൻ വേണ്ടി പോവാണ്. അതിനിടയ്ക്ക് അവർ പരസ്പരം കൂടുതൽ അറിയുന്നുണ്ട്. മെങ് ജയന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. അങ്ങനെ ജയ അവനോട് പറയുകയാണ്, നിനക്കിങ്ങോട്ട് വരണമെങ്കിൽ വെറുതെ വന്നാ മതി, കാർ വെറുതെ എല്ലാ ദിവസവും പഞ്ചറാക്കിയിട്ട് വരണ്ടാന്ന്. ഇനി കാണിക്കുന്നത് പിങ്ങിന്റെ ഭാഗമാണ്. ടോൺ പിങ്ങിനോട് പറയുകയാണ്, എനിക്കറിയാം നിനക്ക് എക്സിന് ഇഷ്ടാണെന്ന്, നീ എന്തിനാ ഇനിയും വിദേശത്തേക്ക് പോകുന്നത്? നിനക്ക് ഇവിടെ തന്നെ നിന്നൂടെ? നീ ഇനി വിദേശത്തേക്ക് പോകാതിരിക്കുകയാണെങ്കിൽ എക്സിനത് വളരെ സന്തോഷായിരിക്കും. അതിന് മറുപടിയായിട്ട് പിങ് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അതെന്താണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. അങ്ങനെ കുറച്ചു സമയം കഴിയുമ്പോൾ പിങ് എക്സിന്റെ അടുത്തേക്ക് പോവുകയാണ്. എക്സ് അവനുള്ളിലേക്കും വിളിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് പിങ് പറയുകയാണ് അവൻ വിദേശത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തുന്ന്. അത് കേൾക്കുമ്പോൾ എക്സിന് ഒരുപാട് വിഷമാവുന്നുണ്ട്. അവൻ വിചാരിച്ചിരുന്നത് അവനോടുള്ള ഇഷ്ടം കാരണം പിങ് കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ വിദേശത്തേക്ക് പോകുള്ളൂന്നാ. അതുകൊണ്ട് തന്നെ അവൻ ഉടനെ പോകും എന്ന് കേൾക്കുമ്പോൾ എക്സ് ഒരുപാട് ഷോക്ക് ആവുന്നുണ്ട്. എക്സിന്റെ വിഷമം മാറ്റാനായിട്ട് പിങ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും എക്സ് ശരിക്ക് പോസ് ചെയ്യുന്നില്ല. അവൻ അത്രയ്ക്കധികം വിഷമുണ്ട്. എന്നിട്ട് പിങ്ങിനോട്, നീ എന്തിനാ ഇപ്പൊ തന്നെ പോകുന്നത്, പോകാതിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനൊരു മറുപടി ഉണ്ടാവില്ല. എന്നിട്ട് ഒന്നും മിണ്ടാതെ കുറച്ചങ്ങ് നീങ്ങി നിൽക്കുകയാണ്. എക്സും അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പിങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് എക്സിന് അറിയത്തില്ല. എന്നാലും അവനൊരു കാരണം ഉണ്ടാകും എന്ന് എക്സ് വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് എക്സ് പിങ്ങിനെ ഹഗ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ചൊക്കെ കിസ് ചെയ്തിട്ട് അവിടെ കിടക്കുകയാണ്. ആ സമയത്തെല്ലാം പിങ്ങും എക്സും ഒരുപാട് ഹാപ്പി ആയിരിക്കും. പെട്ടെന്നാണ് പിങ്ങിന് എന്തൊക്കെയോ ഓർത്തിട്ട് ഒരുപാട് വിഷമാവുന്നതും അവൻ പെട്ടെന്ന് കരയുന്നതും. എക്സ് പെട്ടെന്ന് തന്നെ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹഗ് ചെയ്തിട്ട് അവിടെ കിടക്കുകയാണ്. അടുത്ത ദിവസം എക്സ് എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും പിങ് അവിടെ നിന്നും പോയിട്ടുണ്ടാകും. അങ്ങനെ അവനും ഒരുപാട് മൂഡ് ഓഫ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. ജെ പുറത്തു പോയി നോക്കുമ്പോഴാണ് മെങ് അങ്ങോട്ട് വരുന്നത് കാണുന്നത്. നിന്റെ കാറ് പിന്നെയും പഞ്ചറായോ എന്ന് മെങ്ങിനോട് ചോദിക്കുമ്പോ, ഇല്ലില്ല, ഇപ്പൊ ഞാൻ വന്നത് നിന്നെ കാണാൻ വേണ്ടി മാത്രാണ് എന്നും പറഞ്ഞുകൊണ്ട് ജയ്ക്കുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിട്ടാണ് അത് കഴിക്കാനായിട്ട് പോകുന്നത്. ജെ മെങ്ങിനോട് ചോദിക്കുകയാണ്, ശരിക്കും നിനക്ക് എന്താ പ്രശ്നം? നീ എന്തിനാ എന്നും ഇങ്ങോട്ട് വരുന്നത്? മെങ് പറയുകയാണ്, ജെ നീ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യോ? നീ എന്റെ ബോയ് ഫ്രണ്ട് ആവോ? അത് കേൾക്കുമ്പോൾ തന്നെ ജെ ആകെ ഞെട്ടി പോവാണ്. മെങ് വീണ്ടും പറയുന്നുണ്ട്, നീ ഇത്രയും ഷോക്കാവണ്ട. സത്യത്തിൽ എനിക്ക് പോലും അറിയത്തില്ല ഞാൻ എപ്പോഴാണ് നിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയെന്ന്. നീ ആദ്യമായിട്ട് എന്റെ വണ്ടി ശരിയാക്കിയപ്പോഴാണോ അതോ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നിന്നെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ടയർ പഞ്ചറാക്കി വന്നപ്പോഴാണോ എപ്പോഴാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. പക്ഷെ നീ എന്റെ കൂടെ ഉള്ളപ്പോഴും നിന്നോട് സംസാരിക്കുമ്പോഴും ഞാൻ ഒരുപാട് ഹാപ്പിയും കംഫോർട്ടും ആണ്. നീ ഉടനെ തന്നെ ഒരു റിപ്ലൈ തരണമെന്നില്ല, ആലോചിച്ച് മാത്രം ഒരു റിപ്ലൈ തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ ജയ പറയുകയാണ്, ഞാൻ ഇതുവരെ ഒരാളെ പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഒരാൾ നേരിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ മാറിപ്പോവുകയാണ്. അപ്പൊ മെങ് തനിയെ പറയുന്നുണ്ട്, ജെ അവനോട് നോ പറഞ്ഞിട്ടില്ല, അതിനർത്ഥം അതൊരു യെസ് ആണെന്ന്. എന്നിട്ട് മെങ് ജയന്റെ അടുത്തേക്ക് പോവുകയാണ്. അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് വിഷമിച്ചോണ്ടിരിക്കുന്ന എക്സിനെയാണ്.
മെങ് എക്സിനോട് സംസാരിക്കാന്ന് തീരുമാനിക്കുകയാണ്. എന്നിട്ട് എക്സിനോട് പറയുന്നുണ്ട്, നിനക്ക് അവനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോയി കണ്ടൂടേന്ന്. അതിന് എക്സ് പറയുകയാണ്, അതിനെനിക്ക് സാധിക്കുന്നില്ല. ഞാൻ ശരിക്കും ഒരു പേടിത്തൊണ്ടനാണ്. അവൻ എന്തുകൊണ്ടാണ് ഇന്നലെ വിഷമിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് അവനോട് ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. മെങ് പറയുകയാണ്, നീ അവനോട് സംസാരിച്ചില്ലെങ്കിൽ അവന്റെ പ്രശ്നങ്ങൾ നിനക്ക് എങ്ങനെ മനസ്സിലാവാനാ? നീ സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. വെറുതെ സമയം പോകും. അതിനു പകരം നീ അവനെ നേരിട്ട് പോയി കാണുകയാണെങ്കിൽ കുറച്ച് സമാധാനവും കിട്ടും. അവന്റെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാനും പറ്റും. അങ്ങനെ എക്സ് വേഗം തന്നെ പിങ്ങിനെ കാണാനായിട്ട് പോവുകയാണ്. അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് പിങ് അവിടെ നിന്നും പോയെന്ന്. അവരുടെ വീട് വിൽക്കാനുള്ള ഒരു പോസ്റ്ററും അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എക്സിന് ഒരുപാട് വിഷമാവാണ്. പിങ്ങിനെ ഒന്നുകൂടി കാണാനും പറ്റിയില്ല. ഒന്നും പറയാതെ പിങ് പോവുകയും ചെയ്തു. അവൻ പിങ്ങിനെ വിളിക്കുന്നുണ്ടെങ്കിലും പിങ് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. പിങ്ങും ഒരുപാട് വിഷമിച്ചിട്ട് കരയുന്നുണ്ട്. എക്സ് ഒരുപാട് വിഷമിച്ചോണ്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. എന്നിട്ട് അവൻ വേഗം തന്നെ റൂമിലേക്ക് പോയിട്ട് കുറെ കരയുന്നുണ്ട്. ജെ പുറത്തു നിന്നിട്ട് പറയുകയാണ്, നിനക്ക് ഒരുപാട് വിഷമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇത്ര വർഷങ്ങളായിട്ട് പിങ് പോലും അറിയാതെയാണ് നീ അവനെ പ്രണയിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടുതൽ അടുത്തറിയാനെങ്കിലും സാധിച്ചില്ലേ? നീ പിങ്ങിനെ ഇഷ്ടപ്പെടുന്നത് പോലെ പിങ്ങും നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അറ്റ്ലീസ്റ്റ് അവൻ അടുത്ത വർഷം തിരികെ വരുന്ന് നിന്നോട് ഉറപ്പ് പറഞ്ഞിട്ടില്ലേ? ഒരു വർഷല്ലേ നിനക്ക് കാണാതിരിക്കണ്ടോ, അത് ഉടനെ തന്നെ പൊക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് എക്സിനെ സമാധാനിപ്പിക്കുകയാണ്. പിങ് അവിടെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവൻ എടുത്തിട്ടുണ്ടായിരുന്ന എക്സിന്റെ ഫോട്ടോസ് നോക്കിയിട്ടാണ് അവൻ കൂടുതലും കരയുന്നത്. അവനെ സമാധാനിപ്പിക്കാനായിട്ട് ടോണും വരുന്നുണ്ട്. പിങ്ങിന് എക്സിനെ ഒരുപാട് ഇഷ്ടാണ്. എന്നിട്ടും എക്സിനെ വിട്ട് പോകണമെങ്കിൽ അവൻ ഉറപ്പായിട്ടും ഒരു കാരണം ഉണ്ടാവത്തില്ലേ? ആ കാരണമൊക്കെ ആലോചിച്ചിട്ടാണ് അവൻ ഇരുന്ന് കരയുന്നത്. അതിനോടൊപ്പം തന്നെ അവൻ ഇതുവരെ എടുത്തിട്ടുള്ള എക്സിന്റെ എല്ലാ ഫോട്ടോസും ക്യാമറയും ഒരു ഫോണും ഒരു ബോക്സിലാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരുപാട് വിഷമിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എക്സ് പിങ്ങിന്റെ കാറ് ശരിയാക്കാൻ പോവുകയാണ്. എക്സിനറിയാം അടുത്ത വർഷം ഉറപ്പായിട്ടും പിങ്ക് തിരികെ വരുന്നു. അതിനു മുന്നേ തന്നെ അവന്റെ അച്ഛന്റെ കാർ റെഡിയാക്കാനും ആ കാറ് പിങ്ങിനൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനും എക്സ് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ എക്സിന്റെ വിഷമങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവൻ ആ കാറ് ശരിയാക്കുകയാണ്. ഇപ്പോ അവന്റെ മൈൻഡൊക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഏതായാലും ഒരു വർഷം മാത്രല്ലേ അവന് പിങ്ങിനെ പിരിഞ്ഞിരിക്കണ്ടോ. ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് ഒന്നാവാലോ. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ഒരു വർഷവും കടന്നുപോയി. ഇന്ന് മാർച്ച് 19-ാം തീയതിയാണ്. ഇന്ന് ഉറപ്പായിട്ടും പിങ് അവന്റെ പാരന്റ്സിനെ കാണാനായിട്ട് വരുമല്ലോ. പിങ്ങിനെ കാണാനായിട്ട് എക്സ് നേരത്തെ തന്നെ വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ സമയം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടോൺ നടന്നു വരുന്നത് കാണുകയാണ്. അവന്റെ അടുത്തേക്ക് വേഗം ഓടിപ്പോയിട്ട് ടോൺ പിങ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ടോൺ പ്രത്യേകിച്ച് ഒന്നും പറയാതെ തന്നെ ഒരു കല്ലറയുടെ അടുത്തേക്ക് പോവുകയാണ്. എക്സും അവന്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. എക്സ് ആ കല്ലറയുടെ മുന്നിലിരുന്നിട്ട് പിങ്ങിനെ നോക്കുന്നുണ്ട്. അവൻ ടോണിന്റെ പിന്നാലെ പതുക്കെ വരുന്നുണ്ടാകുന്നാണ് എക്സ് വിചാരിക്കുന്നത്. ടോൺ ആണെങ്കിൽ ആ കല്ലറയുടെ മുന്നിൽ ഓരോരോ ഫുഡ് ഐറ്റംസ് വെക്കുന്നുണ്ട്. ആ ഡിഷസ് എല്ലാം പിങ്ങിന് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. അത് കാണുമ്പോൾ തന്നെ എക്സ് ചെറുതായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. ടോണ് വീണ്ടും കുറച്ച് സ്ട്രോബെറി കേക്കും ആ കല്ലറയുടെ മുന്നിലേക്ക് വെക്കുകയാണ്. എക്സിനാണെങ്കിൽ അവിടെ നടക്കുന്നതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. അങ്ങനെ അവൻ പേടിച്ചുകൊണ്ട് ആ കല്ലറയിലേക്ക് നോക്കുകയാണ്. അതിൽ പിങ്ങിന്റെ പേരായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. എക്സിനാണെങ്കിൽ അത് ഉൾക്കൊള്ളാനേ സാധിക്കുന്നില്ല. അവൻ ഒരു വർഷം കാത്തിരുന്നതും ഇവിടേക്ക് നേരത്തെ ഓടി വന്നതും പിങ്ങിനെ കാണാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഇങ്ങനെ കാണേണ്ടി വരുന്ന അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ കുറെ കരയുന്നുണ്ട്. എന്നിട്ട് ടോൺ എക്സിന്റെ കയ്യിലേക്ക് ഒരു ബോക്സ് കൊടുക്കുന്നുണ്ട്. എക്സിന് തരാൻ വേണ്ടി നാംപിങ് ടോണിന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ബോക്സ് ആണത്.
ടോൺ എന്നിട്ട് ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. പിങ് തിരിച്ചു പോകുന്നതിന് തലേ ദിവസം ടോൺ പിങ്ങിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്തിനാണ് വിദേശത്തേക്ക് പോകുന്നത്, ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ എക്സിന് ഒരുപാട് സന്തോഷാകുന്നു. അതിന് പിങ് പറഞ്ഞിട്ടുണ്ടായിരുന്ന റിപ്ലൈ അപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിങ് പറയുകയാണ്, എനിക്ക് എന്റെ കാര്യങ്ങളെല്ലാം ചൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്നേനെ. പക്ഷെ എന്റെ അവസ്ഥ അറിഞ്ഞിട്ടും ഞാൻ അവന്റെ കൂടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഞാൻ വളരെ സെൽഫിഷായി പോകില്ലേ? നിനക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നതല്ലേ? എന്റെ ലൈഫ് തന്നെയാണ് എന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വിഷമിക്കുന്നുണ്ട്. ടോണ് ചോദിക്കുന്നുണ്ട്, ഇനി നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലേന്ന്. അതിന് പിങ് പറയുകയാണ്, എന്റെ ലൈഫില് ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് എന്നെ ഇത്രയ്ക്കധികം സ്നേഹിക്കുന്ന ഒരാൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ എന്റെ ഏറ്റവും വലിയ സന്തോഷാണ്. ഇനി എനിക്ക് എന്ത് പറ്റിയാലും ഒരു കുഴപ്പമില്ല. അവനോടൊപ്പം ഉണ്ടായിരുന്ന ഇത്രയും ദിവസം ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ടോണിനെ ഹഗ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പിങ് ഒരുപാട് കരയുന്നുണ്ട്. പിങ്ങിനറിയായിരുന്നു അവൻ കുറച്ചു കാലം മാത്രമേ ജീവിച്ചിരിക്കുള്ളൂന്ന്. അതുകൊണ്ടാണ് എക്സിനരികിൽ നിന്നും വേഗം തന്നെ അവൻ പോയത്. അവർ കൂടുതൽ കാലം ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അവർ കൂടുതൽ അടുത്തേനെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എക്സിനൊരിക്കലും കൈകാര്യം ചെയ്യാനും പറ്റില്ലായിരുന്നു. ടോൺ എന്നിട്ട് എക്സിനെ ആശ്വസിപ്പിച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ്. എക്സ് വീണ്ടും പിങ്ങിനരികിൽ ഒരുപാട് നേരം ഇരുന്നുകൊണ്ട് കരയുന്നുണ്ട്. എന്നിട്ട് കാറിലേക്ക് പോയിട്ട് ആ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. അതിൽ എക്സിന്റെ ഫോട്ടോസും ക്യാമറയും ഒരു ഫോണും ഉണ്ട്. ഫോണിൽ പിങ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എക്സ് അത് ഓപ്പൺ ആക്കുകയാണ്. അതിൽ പിങ് പറയുന്നുണ്ട്, എക്സ് നിനക്ക് സുഖല്ലേ? നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്കിനി ഒരിക്കലും കാണാൻ പറ്റില്ല എന്നാ. നീ ഫുഡ് കഴിച്ചായിരുന്നോ? വർക്ക് കൂടുതലുള്ള സമയത്ത് നീ എപ്പോഴും ഫുഡ് കഴിക്കാറില്ലല്ലോ. നീ ഇനിയും എന്നെ ഒരുപാട് വറീഡാക്കരുത്. ശരിക്കും ഞാനൊരു പേടിത്തൊണ്ടനായിരുന്നു. എനിക്ക് നിന്നോട് എല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചു വർഷങ്ങളായിട്ട് ഒരു രോഗത്തിന്റെ പിടിയിലാണ്. അധിക കാലം എനിക്ക് ജീവിക്കാൻ പറ്റില്ലാന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ നിന്നെ കണ്ടുമുട്ടുന്നും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, നീ എന്നെ ഇത്രത്തോളം ഹാപ്പി ആക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. നീ കാരണം ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. സത്യം പറഞ്ഞ നിന്നെ വിട്ടു പോകുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. നിന്റെ കൂടെ കുറച്ചും കൂടി കാലം കഴിയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഞാൻ നിന്റെ കൂടെ ഉണ്ടാവില്ല എന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. ഞാൻ എപ്പോഴും മുകളിൽ നിന്നുകൊണ്ട് നിന്നെ നോക്കിക്കൊണ്ടേയിരിക്കും. ഇനി അടുത്ത ജന്മത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി സമയം കൂടി നമ്മൾക്ക് കിട്ടണമെന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ അച്ഛൻ്റെ കാറ് നീ ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ടായിരിക്കൂലേ? പക്ഷെ എനിക്കതിനി ഒരിക്കലും കാണാനോ ഓടിക്കാനോ സാധിക്കില്ല. നീ എനിക്ക് വേണ്ടി ആ കാറ് നന്നായിട്ട് നോക്കണം. നിനക്കെന്നെ ഇഷ്ടായിരുന്നു എന്ന് എനിക്കറിയാം. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടായിരുന്നു. പക്ഷെ ഞാൻ നിനക്ക് തന്ന ആ പ്രോമിസ് ഞാൻ പാലിച്ചില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഞാൻ ഈ വർഷം തിരികെ വരുന്നു. ഇങ്ങനെയാണെങ്കിലും ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ തിരികെ വന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് പിങ് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് എക്സും ഒരുപാട് വിഷമിക്കുകയാണ്. ഇങ്ങനെ ഒരു എൻഡിങ് എക്സ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവന് ഒരുപാട് വർഷങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ലാസ്റ്റ് പിങ്ങിനെ കിട്ടിയത്. എന്നിട്ടും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവർക്ക് ഒരുമിച്ചിരിക്കാനായിട്ട് സാധിച്ചുള്ളൂ. അതൊക്കെ ആലോചിച്ചുകൊണ്ട് അവൻ ഒരുപാട് കരയുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങളൊക്കെ കടന്നു പോവാണ്. ഇപ്പോൾ എക്സ് പതുക്കെ പതുക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അവനിപ്പോഴും പിങ്ങിനെയല്ലാതെ വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല. അവർ ഒരുമിച്ച് പോയ സ്ഥലത്തേക്കൊക്കെ അവൻ ഒറ്റയ്ക്ക് പോകാറുണ്ട്. അവന്റെ കൂടെ പിങ്ങുണ്ടെന്നാണ് അവന്റെ വിശ്വാസം. അങ്ങനെ ഇവിടെ വെച്ചിട്ട് ഈ സ്റ്റോറി അവസാനിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റോറിക്കായിട്ട് എല്ലാരും വെയിറ്റ് ചെയ്യാം. ബൈ.